ജോസഫ് എന്ന മരപ്പണിക്കാരൻ യുവാവുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന, അധികമാരും അറിയപ്പെടാതിരുന്ന മേരി എന്ന യഹൂദ പെൺകുട്ടിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചുകൂടി ചിന്തിക്കാനുള്ള അവസരമാണ് ക്രിസ്മസ് കാലം. അന്നത്തെ യഹൂദ രീതി അനുസരിച്ച് മുതിർന്നവരൊക്കെ ചെന്ന് കണ്ട് വിവാഹം ഉറപ്പിച്ച ശേഷം ഏതാണ്ട് 1 വർഷത്തിന് ശേഷമായിരിക്കും വിവാഹം നടക്കുക. എങ്കിൽ പോലും വളരെ ഗൗരവമായ കാരണങ്ങളാലല്ലാതെ വിവാഹം മുടങ്ങിപ്പോകാറുമില്ലായിരുന്നു. അങ്ങനെ വിവാഹ വാഗ്ദാനം നടത്തി ഒട്ടേറെ സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന ജോസഫിനും മേരിക്കും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മാലാഖ അറിയിച്ച മംഗളവാർത്ത. ദൈവപുത്രൻ്റെ അമ്മയാകാൻ വേണ്ടി ഒരു ചക്രവർത്തിയുടെയോ മഹാപുരോഹിതൻ്റെയോ മകളെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്, സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ദൈവത്തിൽ അർപ്പിച്ച ഹൃദയവും പാപചിന്ത അല്പം പോലും ഏശാത്ത ഒരു മനസ്സുമായിരുന്നു മേരിയുടെ യോഗ്യത എന്ന് പറയുന്നത്. ജെറൂസലേമിലെ ധാരാളം യുവതികൾ തങ്ങളുടെ ഉദരത്തിൽ ദൈവപുത്രൻ ഉരുവാകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് മേരിയിലാണ് സംഭവിച്ചത്. ഗബ്രിയേൽ മാലാഖ വഴി ദൈവം മേരിയുടെ ഹൃദയവാതിലിൽ മുട്ടുകയാണ്. തൻ്റെ പുത്രന് ജനിക്കാൻ ഇടം തരുമോ എന്ന് ചോദിച്ച്. മേരി അത് സമ്മതിച്ചു എന്ന് തന്നെയല്ല, ഒരു പടി കൂടി കടന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുകയും ചെയ്തു. ദാസി എന്നാൽ ദൈവത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങുന്നവൾ എന്ന അർത്ഥത്തിൽ തന്നെ. പരിശുദ്ധ മറിയം തൻ്റെ ഗർഭാവസ്ഥയുടെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഇളയമ്മയായ എലിസബത്തിനെ ചെന്ന് കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പരാമർശമുണ്ട്. അതായത് യേശു ഉള്ളിലുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ സന്ദർശിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാനും സ്വയം എളിമപ്പെടാനും അതുപോലെ ദൈവം നമുക്ക് തന്ന നിരവധിയായ നന്മകൾക്ക് സ്തോത്രഗീതം പാടുവാനും സാധിക്കുകയുള്ളൂ. മാലാഖയുടെ അറിയിപ്പിന് മറുപടിയായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന മറിയത്തിൻ്റെ മറുപടി ഉണ്ടല്ലോ, അത് കർത്താവിൻ്റെ ശരീരം ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയും ഏറ്റുപറയുന്ന ആമേൻ എന്നുള്ളതിന് സമാനമായ അഗാധതയുള്ള ഒരു സന്ദേശമാണെന്ന് പറഞ്ഞത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. വലിയ വേദനകൾക്ക് ശേഷം ശിശു ജനിക്കുമ്പോൾ ഒരമ്മ എത്രയധികം സന്തോഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകാൻ സാധിക്കണം. കാരണം അതിനുശേഷം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറക്കുമ്പോൾ നമുക്ക് എത്രയധികമായി സന്തോഷിക്കാൻ സാധിക്കും. പൂർണ്ണ ഗർഭാവസ്ഥയിൽ നസ്രത്തിൽ നിന്നും ബത്ലഹേം വരെ കഴുതപ്പുറത്ത് ദുരിതയാത്ര കഴിഞ്ഞ് സത്രങ്ങൾ അന്വേഷിച്ച് നടന്നിട്ട് ഒന്നും തരപ്പെടാതെ അവസാനം ദുർഗന്ധം വമിക്കുന്ന പുൽക്കൂട്ടിൽ തൻ്റെ ദിവ്യശിശുവിന് ജന്മം നൽകേണ്ടി വരുമ്പോൾ മറിയം തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയോ അപഹസിക്കുകയോ ചെയ്യുന്നതിന് പകരം തനിക്ക് കിട്ടിയ വൈക്കോൽ തുമ്പുകളെ ശയ്യയാക്കി മാറ്റിക്കൊണ്ട് നീതിമാനായ ജോസഫിനോട് സഹകരിക്കുകയാണ്. മറിയത്തിൻ്റെ ഈ മനോഭാവമാണ് പുൽക്കൂട്ടിനെ സ്വർഗമായി ഉയർത്തിയതെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തോളം മഹത്വപ്പെടുത്തിയതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. ആകാശം മുട്ടുന്ന സൗധങ്ങളിൽ ജീവിക്കുമ്പോഴും ജീവിതം നരകതുല്യമായി മാറുന്നെങ്കിൽ നാം മറിയം എന്ന കുടുംബിനിയുടെ ആ പുണ്യങ്ങളെ പിൻചൊല്ലാനുള്ള ഒരു അവസരമാക്കി കൂടി ക്രിസ്മസിനെ മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നമുക്ക് തിരുക്കുടുംബങ്ങളാക്കി മാറ്റാം. ശിശുപ്പിറവികളെ തിരുപ്പിറവികളാക്കി മാറ്റാം. നമ്മുടെ ഹൃദയത്തിൽ ദിവ്യ ശിശു ജന്മം കൊണ്ടാൽ മാത്രം പോരാ, അവിടെ ജനിക്കുന്ന ശിശു അവിടെ വളരണം. ഒരിക്കൽ പോലും ആ ശിശുവിനെ നാം വാളിനിരയാക്കരുത്, പകരം ഊട്ടി വളർത്തുക തന്നെ വേണം.